നമ്മുടെ തലച്ചോറ് വികസിപ്പിച്ചിരിക്കുന്നത് അതിജീവനത്തിന് വേണ്ടിയാണ്, സർവൈവൽ. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് കാര്യങ്ങളെക്കാൾ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനും അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് മനസ്സിന് താല്പര്യം. അതായത് നെഗറ്റീവ് ചിന്തകൾ വരുന്നത് നിങ്ങളുടെ തെറ്റല്ല, അതൊരു ജൈവികമായ പ്രതിഭാസമാണ്. എന്നാൽ ആ ചിന്തകൾക്ക് മുൻപിൽ നമ്മൾ തോറ്റു കൊടുക്കണോ? അതിനെ എങ്ങനെ ശാസ്ത്രീയമായി മറികടക്കാമെന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്നത് പുറത്തുള്ള ആളുകളോടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളോടാണ്. ആരെങ്കിലും പറഞ്ഞ ഒരു ചെറിയ വാക്ക് വീണ്ടും വീണ്ടും അതോർത്ത് വിഷമിക്കുന്നത്, ഇനി എന്ത് സംഭവിക്കുമെന്ന ഭയം, ഇതൊക്കെ എത്ര തവണ നമ്മെ അലട്ടിയിട്ടുണ്ടാകും. എത്ര ശ്രമിച്ചാലും പിടികൊടുക്കാതെ അലട്ടുന്ന ഈ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ നേരിടാം? ഇന്ന് നമ്മൾ ഒരു യാത്രയാണ് നടത്തുന്നത്, നമ്മുടെ മനസ്സിനെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു യാത്ര. നെഗറ്റീവ് ചിന്തകളുടെ പിന്നിലെ ശാസ്ത്രം എന്താണ്? അവ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അവയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏറ്റവും ലളിതവും എന്നാൽ ശക്തവുമായ വഴികൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ തലച്ചോറ് രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത് തന്നെ അതിജീവനത്തിന് വേണ്ടിയാണ്. ആദിമ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാട്ടിൽ ഒരു ശബ്ദം കേട്ടാൽ അതൊരു അപകടമാണെന്ന് കരുതി മുൻകൂട്ടി പേടിക്കുന്നതായിരുന്നു സുരക്ഷിതത്വം. ആ ശീലം ഇന്നും നമ്മുടെ തലച്ചോറിലുണ്ട്. ഇതിനെ നമ്മൾ നെഗറ്റീവ് ബയാസ് എന്നാണ് വിളിക്കുന്നത്. നെഗറ്റീവ് ചിന്തകൾ വരുന്നത് നിങ്ങളുടെ തെറ്റല്ല, അതൊരു ജൈവികമായ പ്രതിഭാസം മാത്രമാണ്. എന്നാൽ ഇന്ന് നമ്മൾ നേരിടുന്നത് കാട്ടിലെ മൃഗങ്ങളെയല്ല, മറിച്ച് സോഷ്യൽ മീഡിയയും ജോലിയും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ്. ഈ നെഗറ്റീവ് ചിന്തകളെ ഒരു അലാമായി മാത്രം കാണുക, അവയിൽ തന്നെ കുടുങ്ങിപ്പോകരുത്. മനസ്സിലാക്കുക, നിങ്ങൾ ചിന്തകളല്ല, ചിന്തകളെ നോക്കുന്നയാളാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാതയിലൂടെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോവുകയാണ്. അതിൽ ചിലത് നല്ലതാണ്, ചിലത് അഴുക്ക് നിറഞ്ഞതാണ്. നിങ്ങൾ റോഡിനരികെ നിന്ന് അവയെ നോക്കി നിൽക്കുകയാണ്. അതിലൊരു വണ്ടിയിൽ കയറി നിങ്ങൾ സഞ്ചരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ എനിക്കെന്തോ വലിയ കുഴപ്പമുണ്ട് എന്ന് കരുതുന്നതിന് പകരം വീണ്ടും ഇങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത വന്നല്ലോ എന്ന് പുറത്തു നിന്ന് നോക്കാൻ നമ്മൾ ശീലിക്കുക. ഈ ചെറിയ മാറ്റം നിങ്ങളുടെ മാനസിക സമ്മർദ്ദം പകുതിയായി കുറയ്ക്കും. ഒന്നാമതായി, ജേണലിംഗ്. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു ഡയറിയിൽ നിങ്ങളുടെ ചിന്തകൾ എഴുതുക. അത് മനസ്സിലെ ഭാരം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. രണ്ടാമതായി, അമിതമായി ഉത്കണ്ഠ തോന്നുമ്പോൾ ചുറ്റുമുള്ള 5 കാര്യങ്ങളിലേക്ക് നോക്കുക. 4 കാര്യങ്ങളെ തൊടുക, 3 കാര്യങ്ങൾ കേൾക്കുക, 2 കാര്യങ്ങൾ മണക്കുക, 1 കാര്യം രുചിക്കുക. ഇത് മനസ്സിനെ വേഗത്തിൽ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരും. മൂന്നാമതായി, പോസിറ്റീവ് സെൽഫ് ടോക്ക്. ഒരു സുഹൃത്തിന് തെറ്റുപറ്റുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? അതുപോലെ സ്വന്തം മനസ്സിനോട് സംസാരിക്കുക. നമ്മൾ എന്താണോ കഴിക്കുന്നത്, എന്താണോ കാണുന്നത്, അതൊക്കെ നമ്മുടെ മനസ്സിനെ നന്നായി ബാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നെഗറ്റീവ് വാർത്തകൾ മാത്രം കാണുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഇടയ്ക്കൊരു ഡിജിറ്റൽ ഡിറ്റോക്സ് ആവശ്യമാണ്. ഉറക്കവും ഭക്ഷണവും മനസ്സിനെ നേരിട്ട് ബാധിക്കുന്നു. വ്യായാമം ചെയ്യുമ്പോൾ പുറത്തു വരുന്ന എൻഡോർഫിനുകൾ സ്വാഭാവികമായും മനസ്സിനെ ശാന്തമാക്കും. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുന്നത് പരാജയ ഭീതി കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമായും മാറണമെന്നില്ല, പക്ഷേ മാറ്റത്തിന്റെ തുടക്കം ഇവിടെ കുറിക്കുകയാണ്. ഓർക്കുക, നെഗറ്റീവ് ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ്, പക്ഷേ അവയെ വിശ്വസിക്കണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ അറിവുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക,
ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.